സ്വാഗതം. ചതുരംഗത്തിലേക്ക് ഒട്ടേറെ ഗൗരവമുള്ള വിഷയങ്ങൾ നമ്മൾ ചതുരംഗത്തിലൂടെ ചർച്ച ചെയ്തു. ഇത്തവണ തൃശ്ശൂർ ജില്ലയിൽ സമീപ നാളുകളിൽ വലിയ വിവാദമുണ്ടായ മുല്ലശ്ശേരി കേന്ദ്രീകരിച്ചുള്ള അവയവദാന മാഫിയയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രക്തദാനവും അവയവദാനവുമെല്ലാം മഹത്തായ കാര്യങ്ങളായി നമ്മൾ പഠിച്ചിരിക്കുന്നു. അങ്ങനെ സ്വമേധയാ തയ്യാറായി രക്തദാനത്തിനും അവയവദാനത്തിനുമെല്ലാം തയ്യാറായ നിരവധി പേർ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും മുല്ലശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് അവയവദാന തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഒരു സന്മനസ്സോടെ ചെയ്യുക എന്നതിലപ്പുറം ഒരു വ്യാപാരമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ഇതിന് ഇടനിലക്കാരായി നിരവധി പേർ പ്രവർത്തിച്ചു. പാവപ്പെട്ടവരെ അവരുടെ സാഹചര്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ ഇടനിലക്കാർ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു സ്ഥിതിയിലേക്കെത്തി. നിലവിൽ 7 പേർ അവിടെ വൃക്കയും കരളും നൽകി എന്ന് പുറത്തു പറയുമ്പോഴും ഏകദേശം 30ഓളം പേർ ഇങ്ങനെ ഈ മേഖലയിൽ നിന്ന് മാത്രം അവയവദാനം നടത്തി. ഈ അവയവദാനം എന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ സാധിക്കുകയില്ലാത്ത രീതിയിൽ അവിടെ തീർച്ചയായും ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ചതുരംഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം വൃക്ക സ്വീകരിച്ചുകൂടി ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ് AD ബെന്നി. അദ്ദേഹം 17 വർഷം മുമ്പാണ് വൃക്ക ദാനമായി സ്വീകരിച്ചത്. അദ്ദേഹമുണ്ട്. ആദ്യം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ വിഷയം ആദ്യം പുറത്തു കൊണ്ടുവന്നത് മുല്ലശ്ശേരി കേന്ദ്രീകരിച്ചുള്ള സാന്ത്വനം ജീവകാരുണ്യ സമിതി അതിൻ്റെ ഭാരവാഹിയായിട്ടുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ബാബുവാണ്. ആ സംഘടനയിലെ അംഗമായ ഷിജു മുല്ലശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ വൃക്ക രോഗികളും വൃക്ക പരസ്പരം സമ്മതത്തോടുകൂടി ദാനം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഘടനയുടെ പ്രതിനിധിയായ സുരേഷ് എത്തിയിരിക്കുന്നു. 3 പേരെയും വളരെ ഹൃദയപൂർവ്വം ചതുരംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഷിജുവിലേക്ക് തന്നെ, എന്നായിരുന്നു ഈ വിഷയം ഇത്രയും ഗൗരവത്തോടെ ഇങ്ങനെ നടക്കുന്നുള്ളൂ എന്ന വിഷയം നിങ്ങൾ സംഘടന അറിഞ്ഞത്? ആദ്യമായി എന്നാണ് പരാതിപ്പെട്ടത്? എന്തായിരുന്നു ആ പരാതിയുടെ തുടർ നടപടികൾ? കോവിഡിന് ശേഷമാണ് ഇത്തരത്തിലൊരു കച്ചവടം തന്നെ നടക്കുന്നത് മനസ്സിലാവുന്നതാണ്. വൃക്ക അവയവദാനത്തിൻ്റെ പേരിൽ കൃത്യമായ കച്ചവടമാണ് നടക്കുന്ന ഒരു സൂചന നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളിതിൻ്റെ അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു നവംബർ മാസത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി അയച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂർ ACP നമുക്ക് റിപ്പോർട്ട് കിട്ടിയതെന്ന് വെച്ചാൽ ഇത് സംസ്ഥാന വ്യാപകമായി നടക്കുന്നൊരു ഇതാണ്. അതിനുവേണ്ടി ഒരു സമഗ്രമായ അന്വേഷണം നടത്തണം. അതിനുവേണ്ടി ഒരു പ്രത്യേക അന്വേഷണ ടീമിനെ വെച്ചുകൊണ്ട് തന്നെ അന്വേഷിക്കുക എന്നുള്ളൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയത്. പക്ഷേ നാളിതുവരെ അതിൻ്റെ ഒരു അന്വേഷണം നടന്നായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ നടന്നിരുന്നെങ്കിൽ 1.5 മാസം മുന്നേ വരെ നമ്മുടെ ആ സമീപ പ്രദേശങ്ങളിൽ ഒരു വൃക്ക കൊടുക്കാനായിട്ട് പോയതാണ് ഒരു വനിത. പക്ഷേ അവിടെ എത്തിയപ്പോൾ അതെന്തോ ക്രോസ് മാച്ചിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഭർത്താവിൻ്റെ കരൾ അവിടെ കൊടുക്കാനുള്ള ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 1.5 മാസം മുന്നാണ് സംഭവിച്ചത്. ഇതിനെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു വെച്ചാൽ ഈ മുല്ലശ്ശേരി പഞ്ചായത്തിലെ 13, 14, 15 വാർഡുകളിൽ കുറച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ഏരിയകളുണ്ട്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ മൈക്രോ ഫിനാൻസുകൾ, അതായത് ഇസാഫ്, മുത്തൂറ്റ്, ഫിൻകോർപ്പ്, യെസ് ബാങ്ക് എന്ന് വേണ്ട സകല ബാങ്കുകൾ ഇപ്പോൾ അവിടെ ആ കടന്നു കയറ്റാണ് അവർ 10 പേരടങ്ങുന്ന ഒരു വനിതാ ടീമിനെ ഏകോപിപ്പിച്ചുകൊണ്ട് പൈസ വായ്പ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വായ്പ എടുത്തിട്ട് കൃത്യമായി അടയ്ക്കാൻ കഴിയാത്ത സ്ഥിതി വരുമ്പോൾ ആ സമയത്താണ് ഇതിൽ ചില ദല്ലാളുമാർ ഇറങ്ങിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഏജൻറ്റുമാരായിട്ട്. അവരിടനിലയ്ക്ക് നിന്നുകൊണ്ട് തന്നെയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഇവർക്ക് കൃത്യമായ ആ സാമ്പത്തിക പിന്നാകാവസ്ഥയെ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലെന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് പരാതി നൽകിയത്. പക്ഷേ ഈ പരാതി കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. അതുമാത്രമല്ല, ഇതിന് ഇപ്പോൾ നമ്മളറിയാൻ കഴിഞ്ഞു വെച്ചാൽ ഈ തീരദേശ മേഖലയായ വെങ്കടങ്ങ് പഞ്ചായത്ത്, പാവട്ടി പഞ്ചായത്ത് എന്നീ മേഖലയിൽ തന്നെ ഒരുപാട് പേരുടെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരാരും തന്നെ ഇത് എന്താ പറയുക, കച്ചവടത്തിലേക്ക് കൊടുത്തതല്ല, ദാനം ചെയ്താണ് പറയപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാം കച്ചവടമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ ശക്തമായൊരു ഇത് വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ സർക്കാർ ഏജൻസികളായ മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, പുതിയ എന്നീ സംഘടനകളെല്ലാം തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് പറഞ്ഞാൽ അതിനെ തുടർന്ന് അവിടെ എന്തായിരുന്നു? തുടർന്നാണ് വേണ്ടി നമുക്ക് ഗുരുവായൂർ ACPയുടെ റിപ്പോർട്ട് കിട്ടിയതെന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇത് സംസ്ഥാനത്തൊട്ടും ഇത്തരത്തിലുള്ള നടക്കുന്നുള്ളൊരു അറിവ് വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ ഈ മുല്ലശ്ശേരി കേന്ദ്രീകരിച്ച് മാത്രം അങ്ങനെ ഒരു അന്വേഷണം കഴിയില്ല. എന്നായിരുന്നു ആ പോലീസിന്റെ റിപ്പോർട്ട്? നമ്മൾ കഴിഞ്ഞ 2023 നവംബർ 1 പരാതി കൊടുത്തത്. അപ്പോൾ ആ മാസം തന്നെ നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരുന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരുന്നു. അങ്ങനെ അതിൻ്റെ ലെറ്റർ വന്നിരുന്നു അവിടുന്ന്.
അപ്പോൾ പുതിയ ടീമിനെ വെച്ചുകൊണ്ട് തന്നെ അന്വേഷിക്കാമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ 6 മാസമായിട്ട് നടപടിയൊന്നും ഉണ്ടായില്ല. നടപടി ഉണ്ടായിട്ടില്ല. അത് ഉത്തമ ഉദാഹരണം നേരത്തെ പറഞ്ഞല്ലോ, അതായത് കഴിഞ്ഞ 1.5 മാസം മുന്നേ വരെ ഇത് അവിടെ നടന്നിട്ടുണ്ട്. കാരണം ഒരു പയ്യൻ്റെ കരൾ മാറ്റി വെച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. കാരണം അത് പുറമ്പോക്കിൽ താമസിക്കുന്ന ഒരു വീടാണ് അവർ. അപ്പോൾ അത്തരത്തിലുള്ള പാവപ്പെട്ടവർ മാത്രമാണ് അവർ തറച്ചിട്ട് എടുക്കുന്നത്. കാരണം ഒരു അവസ്ഥ പരിതാപമായി വരുമ്പോൾ അതിനെ ചൂഷണം ചെയ്യുന്നതാണ്. അപ്പോൾ പൈസയ്ക്ക് വേണ്ടി ഇപ്പോൾ ബുദ്ധിമുട്ട് വന്ന എല്ലാവരും അതിലേക്ക് തിരികെയാണ്. ഇപ്പോൾ വേറെ ബുദ്ധിമുട്ടുകൾ കൂടി വരുമ്പോൾ ലാസ്റ്റ് കടം വീട്ടാനായിട്ട് ഇത് കൊടുത്ത് കാശ് മേടിക്കുന്ന സ്ഥിതിയിലേക്ക് മാറി. പക്ഷെ ഇത്രയേറെ 30-ഓളം ആളുകൾ ഇവിടെ ദാനം നൽകിയെന്ന് പറയുമ്പോൾ ഇത്രയും കാലം വൈകിയ എന്താണ് ആരും അറിഞ്ഞിരുന്നില്ല ഈ വിഷയം? ഇത് നമ്മൾ ഓരോന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു 1.5 വർഷം മുന്നേ കോവിഡ് കഴിഞ്ഞ സമയത്താണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് അറിഞ്ഞത്. ഇങ്ങനെ നമ്മൾ ആ സമയത്ത് തന്നെ ജസ്റ്റ് അവിടുത്തെ അധികാരികളെ സൂചിപ്പിച്ചിരുന്നു. പിന്നീടാണ് ഓരോന്നോരോന്നായി പുറത്തു വന്നത്. അപ്പോഴാണ് നമ്മൾ രേഖാമൂലം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി കൊടുത്തത്. മുഖ്യമന്ത്രിയുടെ അവിടെ നിന്നാണ് നമുക്ക് ACBയുടെ റിപ്പോർട്ട് വന്നത്. പക്ഷേ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ഒരു നടപടിയും ഇതിൻ്റെ പുറത്തുണ്ടായിട്ടില്ല. സുരേഷ്, ഒരു 1000-ഓളം പേർ വൃക്ക രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1000-ഓളം പേർ ഉൾപ്പെടുന്ന ഒരു സംഘടനയുടെ ഭാരവാഹിയാണ്, ജില്ലാ സെക്രട്ടറിയാണ്. നമുക്കറിയാം, ഈ മൃതസഞ്ജീവനി ഉൾപ്പെടെ ഒട്ടേറെ കടമ്പകൾ കടന്നു വേണം ഒരാൾക്ക് ഈ വൃക്ക അല്ലെങ്കിൽ ഏതെങ്കിലും അവയവം സ്വീകരിക്കാനോ നൽകാനോ ഒക്കെ ആയിട്ട്. ഇത്രയും ഒരു സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും സമാന്തരമായി ഒരു രീതിയിൽ ഇങ്ങനെ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നോ നേരത്തെ? ഞങ്ങൾ തീർച്ചയായിട്ടും ഈ കിഡ്നി രോഗം ബാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോണർ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് കുടുംബത്തിൽ നിന്ന് എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പലരും പുറമേ നിന്ന് ഇത് വൃക്ക സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കടമ്പകൾ കഴിഞ്ഞ് നമ്മുടെ മറ്റേ ഇതായിട്ടുള്ള ജനപ്രതിനിധികളുടെ MLA അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അതുപോലെ വാർഡ് മെമ്പർമാർ, അവരെ ലെറ്റർ, അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ പോലീസിൻ്റെ റിപ്പോർട്ട്, ഇതൊക്കെ വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഈ മെഡിക്കൽ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ബോർഡിൻ്റെ ഒരു ഇൻ്റർവ്യൂ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരാൾ ട്രാൻസ്പ്ലാന്റിന് തയ്യാറാകുന്നത്. പക്ഷെ ഒരിക്കലും ഇത് വൃക്ക നമുക്ക് തരുന്ന ആളുകൾ ഒരിക്കലും അവർ പൈസക്കാണോ മറ്റ് തരത്തിലാണോ എന്ന് നമ്മളോട് പറയാറില്ല. അത് സുഹൃത്തുക്കളാണ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്, അകന്ന ബന്ധുവാണ് എന്നൊക്കെയാണ് പറയാറ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് പറയാറില്ല. ഞങ്ങളെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തിലും അവരോട് സാമ്പത്തികമായിട്ടാണോ നിങ്ങൾ കൊടുത്തതെന്നൊന്നും നമ്മൾ ചോദിക്കാറില്ല. ഇതുപോലെ പൈസ 12ഉം 15ഉം ഒക്കെ പറഞ്ഞിട്ട് അവസാനം കിട്ടാതെ വരുമ്പോഴാണ് നമ്മളോട് ഇവർ പറയുക ഇങ്ങനെ പൈസ കിട്ടിയിട്ടില്ല. അപ്പോഴേക്കിനും ഈ ആൾ നമ്പർ മാറ്റിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആൾ ഇവർക്ക് കൊടുത്തിട്ടുള്ള അഡ്രസ്സ് തന്നെ തെറ്റായിട്ടുള്ള അഡ്രസ്സുകൾ ആയിരിക്കും. അങ്ങനെയാണിത് പലപ്പോഴും സംഭവിക്കുന്നത്. ഇങ്ങനെ പൈസ കിട്ടാതെ വരുന്ന സാഹചര്യം നമുക്കറിയാം. ഇത് ചിലപ്പോൾ നമ്മളെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് ഒരു 1-1.5 ലക്ഷം രൂപയോളം ടെസ്റ്റിന് മാത്രം ഉപയോഗപ്പെടുത്തി ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റിൻ്റെ ഡേറ്റ് നിശ്ചയിച്ച് മറ്റേ ദാതാവും അതുപോലെ തന്നെ സ്വീകർത്താവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ തലേദിവസം സർജറിയുടെ ഡേറ്റ് തീരുമാനിച്ചതിൻ്റെ തലേദിവസം ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സാവുന്ന പല കേസുകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് തലേദിവസം തന്നെ ഒരു പൈസ ആവശ്യപ്പെടും. അങ്ങനെ പൈസ കൊടുത്തതിന് ശേഷം പിന്നെ ഇവരെ ഹോസ്പിറ്റലിൽ ഇവർ താമസിക്കുന്ന റൂമിൽ നിന്ന് കാണാതായിട്ടുള്ള അനുഭവങ്ങൾ പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അവരോട് പറയാമെന്ന് വെച്ചാൽ ഞങ്ങളെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരമാവധി അവരുടെ കുടുംബങ്ങളിൽ നിന്ന് റിലേഷനിൽ നിന്ന് ആളുകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. അവർ വീടുകളിൽ പോയി സംസാരിച്ച് അവരെ ഇതിന് പ്രാപ്തമാക്കുന്നൊരു ഉത്തരവാദിത്വം കൂടി ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. പലയിടത്തും ഞങ്ങളതുപോലെ പോയി കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവരെ പ്രേരിപ്പിച്ച് വീട്ടിൽ തന്നെ കൊടുക്കാൻ തയ്യാറാവാത്തവരെ അതിന് പ്രേരിപ്പിച്ച് കൊടുക്കണം, ഇതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല, നിങ്ങളത് കൊടുക്കണം, നിങ്ങളുടെ ഭാര്യയല്ലേ അല്ലെങ്കിൽ ഭർത്താവല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ ഇതിൻ്റെ ട്രാൻസ്പ്ലാന്റിൻ്റെ വശങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ തന്നെ ഇതിന് തയ്യാറാക്കുക എന്ന ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ മരുന്നുകൾ അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ സന്നദ്ധ സേവന സംഘടനകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ചടങ്ങുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതിപ്പോൾ വ്യാപകമായിട്ടുണ്ട്. ഈ വൃക്ക ഇത് ഏജൻറ്റുമാർ വഴി വൃക്കകൾ സ്വീകരിക്കുന്ന അവസ്ഥ. ഇപ്പോൾ ഈ വാർത്ത വന്നതോടുകൂടി തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അംഗങ്ങൾ പേഷ്യൻസായിട്ടുള്ള ആളുകൾ വളരെ ഭയത്തിലാണ് കഴിയുന്നത്. പലരും
ഇതുപോലെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സ്വീകരിച്ച് സർജറിയുടെ ഡേറ്റ് അടക്കം തീരുമാനിച്ച ഘട്ടത്തിൽ ആണ് ഇങ്ങനൊരു വാർത്ത വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില ആളുകൾ നമ്മളോട് വിളിച്ചു, ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മളെ വിളിച്ച് പറഞ്ഞതെന്താണെന്നുണ്ടെങ്കിൽ ഏജൻറ്റുമാരെന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ സർജറി മുടങ്ങി പോകും, ഞങ്ങളെ സംബന്ധിച്ചൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് പോലും നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഈ ഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് ഇതിൻ്റെ ഭാഗമായി പാവപ്പെട്ട രോഗികളെ ശിക്ഷിക്കുന്നൊരു സമീപനം ഉണ്ടാവരുത്. സർജറി മുടങ്ങുന്നൊരു അവസ്ഥ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾക്ക്. അഡ്വക്കേറ്റ് എ ഡി ബെന്നി, താങ്കൾ വൃക്ക 17 വർഷം മുമ്പ് സ്വീകരിച്ചിട്ടുള്ളതാണ്. സർക്കാർ സംവിധാനങ്ങളുടെ ഒരു പോരായ്മ ഇവിടെ കൃത്യമായി വീക്ഷിക്കാവുന്നതല്ലേ? കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ സമാന്തര സംവിധാനങ്ങൾ ശക്തിപ്പെടുന്നതും ഇതൊരു മാഫിയയാകുന്നതും പണം നൽകി അല്ലെങ്കിൽ പണമിടപാട് വലിയ രീതിയിൽ നടക്കുന്നതും പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നതും. അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? 17 വർഷം മുമ്പ് ഉള്ളൊരു സാഹചര്യമല്ല ഇപ്പോൾ, താങ്കൾ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നു? പല വിഷയങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് രോഗികൾ, വൃക്ക രോഗികൾ നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ച് ധാരാളം രോഗികൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇവർക്കുള്ള വൃക്ക നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. ഇപ്പോൾ മരണാനന്തരം ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു അപകടത്തെ തുടർന്നൊക്കെ ലഭിക്കുന്ന കടാവ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ താരതമ്യേന വളരെ കുറവാണ് നടക്കുന്നത്. പലപ്പോഴും അത് വലിയ വാർത്തയൊക്കെ സൃഷ്ടിക്കാറുണ്ട്. പക്ഷേ അതിനനുസൃതമായിട്ടുള്ള വൃക്കകളും നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൃക്ക വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു കിഡ്നി ഫെഡറേഷൻ്റെ ഭാരവാഹി എന്തെങ്കിലും കൂടി പറയണതാണ്, പലപ്പോഴും ആൾ വിളിച്ചു ചോദിക്കും വൃക്ക ലഭ്യമാണോ എന്നൊക്കെ വിളിച്ചു ചോദിക്കും. അവർ ധരിച്ചുള്ളത് ഈ സംഘടനകളൊക്കെ വൃക്ക നൽകാൻ വേണ്ടിയിരിക്കുന്ന സംഘടനകളാണ്. ഒരു വൃക്ക ലഭിക്കുക എന്ന് പറയുമ്പോൾ ഒരു അൾട്രൂയിസ്റ്റിക് ഡോണർ, അതായത് യാതൊരു രീതിയിലുള്ള താല്പര്യങ്ങളൊന്നും ഇല്ലാതെ ഒരാൾക്ക് കൈമാറുന്നു, വൃക്ക കൈമാറുന്നു. അങ്ങനെയുള്ള വൃക്ക മാത്രമാണ് നമുക്ക് നൽകാൻ കഴിയുക. നിയമപ്രകാരം അങ്ങനെയുള്ള വൃക്ക മാത്രം നൽകാൻ കഴിയുക. അപ്പം അങ്ങനെ വരുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. ഫാദർ ഡേവിസ് ചെറുബല അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഉമാപ്രേമൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, കൊച്ചവസ ചിറ്റിലപ്പള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ കുറച്ചാളുകളാണ്. അതുപോലെ തന്നെ വേറെ ആളുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അത്ര വാർത്താ പ്രാധാന്യം കിട്ടാത്ത ആളുകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ വൃക്കകൾ കൊണ്ടൊന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അതുപോലെ കടാവ ട്രാൻസ്പ്ലാന്റേഷനിൽ കൂടെ വരുന്ന വൃക്കകളും താരതമ്യേന കുറവാണ്. തന്നെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ അതിലും കുറേ കോൺട്രവേഴ്സികൾ ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴും ആളുകൾ മരണപ്പെടാതെ തന്നെ അവരെ വൃക്ക എടുക്കുന്നു എന്നൊക്കെ രീതിയിൽ, മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് വൃക്ക എടുക്കുന്നു എന്നൊക്കെ രീതിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ചവരാണ് ആ രീതിയിലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പരിപൂർണമായ രീതിയിൽ ഇതിനെ അങ്ങോട്ട് എല്ലാ വിഷയങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കീർണമായിട്ടുള്ള പ്രോസസ്സാണ്. ഇപ്പോൾ ഭരണകൂടത്തെ സംബന്ധിച്ച് ഭരണകൂടത്തിന് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു അവയവം ദാനം ചെയ്യണമെങ്കിൽ ഇപ്പോൾ അതെൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഭരണകൂടം അതിന് പോലും റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഞാനൊരു പ്രായപൂർത്തിയായ ഒരാളാണ്, എനിക്ക് എൻ്റെ വൃക്ക ദാനം ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ലിവർ ദാനം ചെയ്യണം, ബന്ധപ്പെട്ട സംഗതിയിൽ ദാനം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അനുമതിയില്ല എനിക്ക്. അതിന് പോലും ഞാൻ ഒരുപാട് കടമ്പകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി എന്ന രീതിയിൽ കടമ്പകളാണ് ഇവിടെ പ്രശ്നമാവുന്നത്. അതായത് ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ വളരെ താല്പര്യത്തിലൂടെ ആൾക്ക് വൃക്ക ദാനം ചെയ്യാൻ തയ്യാറായവരാണ്. ഇപ്പോൾ ഫാദർ ഡേവിസ് ചെറുമൽ വൃക്ക ദാനം ചെയ്യാൻ അദ്ദേഹത്തിന് പോലും ഒരുപാട് കടമ്പകൾ കഴിഞ്ഞിട്ട് വേണം. ജെന്യുവനായ കേസുകളിൽ പോലും നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്കത് പല റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാതാവിൻ്റെ സമ്മതം വേണം, പിതാവിൻ്റെ സമ്മതം വേണം, അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളുടെ സമ്മതം വേണം, അവരുടെ റിലേഷൻഷിപ്പിൽ, പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ കുറേ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. ആ ഒരു രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഭരണകൂടം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അഴിമതി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. അപ്പോൾ ഇതിനെ ഒരു പരിഹരിക്കാനുള്ളൊരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഐക്യരാഷ്ട്ര സംഘടനയിലുള്ള മുഴുവൻ രാഷ്ട്രങ്ങളും പറഞ്ഞിട്ടുള്ളത് അവയവം വിൽക്കാൻ പാടില്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. അത് ഒരു ശരിയാണ്. അതിൽ ഈ കളവ് നടക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുന്നത്. എന്നിട്ട് വ്യാപകമായി നടക്കുന്നത് ഈ രീതിയിലുള്ള വൃക്ക കൈമാറ്റം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൃക്ക വിൽപ്പന തന്നെയാണ് പലപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു പരമമായ യാഥാർത്ഥ്യം. ഇതിൽ സർക്കാർ സംവിധാനത്തിൽ കൃത്യമായ രീതിയിൽ നേരായ വഴിയിലൂടെ പോകുമ്പോഴുള്ള കാലതാമസം, അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൃക്ക രോഗിയെ സംബന്ധിച്ച് അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ച് ഈ കാലതാമസം ഒഴിവാക്കി കിട്ടണം. ഇതൊക്കെ വരുമ്പോഴാണ് ഈ സമാന്തര പാത സജീവമാകുന്നത്. കാലതാമസം മാത്രമല്ല, അതായത് ഒരാൾക്ക് ഓർഗൻ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ സംഭാവന ചെയ്യണമെങ്കിൽ അതായത് അത്ര അടുത്ത ക്ലോസ് ബന്ധം ഉണ്ടായിരിക്കുന്ന വ്യക്തിയായിട്ട്. ഇതിപ്പോൾ മറ്റതൊക്കെ ഒരു വിൽപ്പനയുടെ പരിധിയിലാണ് വരിക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വേറൊരാൾ വൃക്ക തരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് പരിശോധിക്കുന്നത്, കൗൺസിലിംഗ് അവർ പരിശോധിക്കുന്നത് ഈ വൃക്ക ദാനം ചെയ്യുന്ന ആൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ടോ, ഇവർ തമ്മിൽ അടുത്തറിയുന്ന ആളാണോ, അങ്ങനെയുള്ള ആളുകളുടെ സാഹചര്യത്തിലാണ് വൃക്ക കൊടുക്കുന്നത്. അല്ലാതെ ഒരു വിൽപ്പനയുടെ എലമെൻറ്റിലുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ ഒരു കൗൺസിലിംഗ് ചെല്ലുമ്പോൾ 2 വിദൂര പ്രദേശങ്ങളിലുള്ള ആളാണ് വൃക്ക കൈമാറുന്നത് വെച്ചാൽ സ്വാഭാവികമായിട്ട് സംശയം തോന്നും.
അപ്പോൾ ഇത് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കുക ഈ അദ്ദേഹത്തിൻ്റെ വീട് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അതായത് അതിന് എന്തിനു വേണ്ടിയാണ് ഇവർ തമ്മിൽ പരസ്പരം ബന്ധമില്ലാതെ വിൽപ്പനയ്ക്ക് വന്നുള്ളതാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൃക്ക അവൈലബിൾ അല്ല. വൃക്ക നമുക്ക് ലഭ്യമാവും. ഈ പറയുന്ന വിഷയം ഈ വളരെ അടുത്ത ക്ലോസ് റിലേറ്റീവ്സ്, ക്ലോസ് അടുത്ത സുഹൃത്തുക്കൾ, ആ സുഹൃത്ത് ബന്ധം തെളിയിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് വൃക്ക കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു സ്ട്രേഞ്ചർക്കൊന്നും വൃക്ക കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ കച്ചവടത്തിൻ്റെ എലമെൻറ്റ് വരുന്നത്. അപ്പോൾ കണ്ടെത്തി ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരാണ്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഈ കിഡ്നി ഫെഡറേഷൻ സംഘടനയുമായി കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിലവിൽ ഈ വൃക്ക ദാനം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിലെ ആ ഒരു പ്രവൃത്തികളിൽ എത്രത്തോളം എളുപ്പമുണ്ട്? ഇപ്പോൾ സാധാരണഗതിയിൽ കൗൺസിലിംഗ് നടപടികളൊക്കെ കുറച്ചുകൂടി ഇപ്പോൾ ഒരു ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട്. പഴയ കാലത്ത് എൻ്റെയൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ കാലഘട്ടത്തിലുള്ള ഒരു കൗൺസിലിംഗ് നടപടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അനുമതി നൽകുന്ന രീതികളൊക്കെ കൂടുതൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും വളരെ കർശനമായിട്ടുള്ള ഈ നിലപാടൊന്നും പലപ്പോഴും ആ രീതിയിൽ പലപ്പോഴും അവർക്കും അറിയാം, ഈ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ പോലും അവർ കുറച്ച് ഒരു ഉദാരമായ രീതി സ്വീകരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഈ കാര്യങ്ങളിൽ നിരീക്ഷിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ കുറേ ജെന്യുവനായിട്ടുള്ള ആളുകളും വരുന്നുണ്ട്. വളരെ ജെന്യുവനായിട്ടുള്ള ആളുകൾ വൃക്ക ദാനം ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വരുന്നുണ്ട്. ആ ദാനം ചെയ്യാൻ തയ്യാറായി വരുന്ന ആളുകളുടെ വൃക്കകൾ കൊണ്ട് നമുക്കിവിടെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഷിജുവിലേക്ക് വരുമ്പോൾ ഈ അവിടെ 30ഓളം പേർ അവിടെ അവയവദാനം, കരളായാലും വൃക്കയായാലും ദാനം നൽകി, ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടാണ് ദാനം നൽകി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇവിടെയും ഒരു ഇടനിലക്കാരുണ്ട്. ഈ പോലീസിൽ പരാതി കൊടുത്ത് കഴിഞ്ഞ നവംബറിൽ പരാതി കൊടുത്താണ്, ഇപ്പോൾ 6 മാസം മുന്നിട്ടിരിക്കുന്നു. അവർ ഒരു ടീമിനെ രൂപീകരിക്കാമെന്ന് പറയുകയുണ്ടായി, ഒന്നും ഉണ്ടായില്ല. ഈ മാഫിയയും പോലീസും, പ്രത്യേകിച്ച് ഇതുമായി ഇവർക്കിടയിൽ സർക്കാരിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പോലീസും, ഒരു അന്തർധാര ഉണ്ട് എന്ന് നിങ്ങളുടെ സംഘടന കരുതുന്നുണ്ടോ? അതിലിപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരു അവയവം ദാനം കൈമാറ്റം ചെയ്യണമെങ്കിൽ ഒരു 20ഓളം രേഖകൾ നമ്മൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ വാർഡ് മെമ്പറെ അല്ലെങ്കിൽ MLA-യുടെ. ഇപ്പം ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ അറിഞ്ഞ ഈ കൈമാറ്റങ്ങളിലെല്ലാം രേഖകൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 1-2 മാത്രമാണ് ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതുപോലും അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെന്നുള്ള അറിയാൻ കഴിയുന്നത്. കാരണം രേഖകൾ വരെ കൃത്യമായിട്ട് ചമച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കേസ് മുന്നോട്ട് പോകാത്തതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അതൊക്കെ ആയിരിക്കാമെന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. അല്ല, തീർച്ചയായിട്ടും അവിടെ അറിയുകയുണ്ടായിരിക്കും. 1-2 പേരുകൾ സ്വാഭാവികമായും നാട്ടിൻപുറത്ത് ഉയർന്നു വരുന്നുമുണ്ട്. ഉണ്ട്. ഇതെല്ലാം നമ്മൾ അറിയാവുന്ന രേഖകളെല്ലാം തന്നെ അവർക്ക് ഈ അന്വേഷണ നമ്മൾ അറിയിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ടാമത് ഇപ്പോൾ അത് പുതിയ പൊന്തി വന്നപ്പോഴാണ് ഇപ്പോൾ വീണ്ടും അന്വേഷണ കമ്മീഷൻ നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ 2 ദിവസം മുന്നേ കൊടുത്തിട്ടുണ്ട്. അടുത്ത അന്വേഷണം തുടങ്ങുന്നതാണ് നമ്മളോട് അവർ പറഞ്ഞത്. ഈ മുല്ലശ്ശേരിയോട് ചേർന്ന പ്രദേശത്തെ ഒരു വ്യക്തി തന്നെ ഇങ്ങനെ ഒരു അവയവ മാഫിയുമായി പ്രവർത്തിച്ച കണ്ണികളിൽ ഒരു പ്രധാനി ഇതിനെ ചുക്കാൻ പിടിച്ചു എന്നുള്ള രീതിയിൽ വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആളുകൾക്ക് അറിയാം ഇത് പണത്തിന് വേണ്ടിയിട്ടാണ് നൽകുന്നത്, അടുത്തുള്ളവർക്കും അറിയാൻ കഴിയും, പ്രത്യേകിച്ച് ബന്ധുക്കൾക്കുള്ളതല്ല എന്ന്. പക്ഷെ പറഞ്ഞു പഠിപ്പിച്ചതുപോലെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇവരിങ്ങനെ പറയുകയുണ്ടായത്. അത് സത്യമാണ്. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ഇത് കൊടുത്ത അവയവം ദാനം ചെയ്ത ദാനം എന്ന് പറയാൻ പറ്റില്ല, കച്ചവടം തന്നെ. ആ ഒരു സ്ത്രീ ആദ്യത്തെ ബൈറ്റിൽ പറഞ്ഞു വെച്ചാൽ ഈ ആരോ പേര് എടുത്ത് പറഞ്ഞിരുന്നു. പിന്നീട് ഒരു അടുത്ത ചാനൽ വന്ന് അടുത്ത ബൈറ്റ് എടുക്കുമ്പോൾ തിരുത്തി പറയുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കി കൃത്യമായിട്ട് ഇടപെടൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കല്ലോ അതിന്. കാരണം അവർ തിരുത്തി പറയുകയാണ് ഞങ്ങളെ ബന്ധുവിനെ കൊടുത്തത് ആ ഏജൻസി ഇല്ല എന്നാണ് രണ്ടാമത്തെ ചാനലിനോട് പറഞ്ഞു. ആദ്യത്തെ ചാനലിനോട് പറഞ്ഞത് കൃത്യമായിട്ട് അതിൽ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില ആളുകളുടെ നേരത്തെ സുരേഷിനോടിലേക്ക് വരികയാണെങ്കിൽ, നേരത്തെ ചില ആശുപത്രികളുടെ പേരിൽ തന്നെ, പ്രത്യേകിച്ച് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ചില ആശുപത്രികളുടെ പേരിൽ തന്നെ ഈ ലിസ്റ്റിൽ വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. 20ഓളം രേഖകൾ ഇപ്പോൾ മൃതസഞ്ജീവനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആ രീതിയിൽ, അതല്ലെങ്കിൽ തന്നെ 20ഓളം രേഖകൾ വേണമെന്നും പറയുകയുണ്ടായി. പല കൈമാറ്റങ്ങളും കേരളത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളതെന്നും പറയുന്നു. നമുക്കറിയാം എല്ലാ ആശുപത്രികളിലും ഇത് ചെയ്യാൻ കഴിയില്ല. ചില ആശുപത്രികളിൽ മാത്രമാണ് ഈ സംവിധാനമുള്ളത്. അത് കോഴിക്കോടായാലും കൊച്ചിയിലായാലും ചില ആശുപത്രികളിൽ മാത്രം. ഈ ഇങ്ങനെയൊരു റാക്കറ്റ് ആശുപത്രികൾ കൂടി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവുമോ? ആശുപത്രികളുമായിട്ട് ഇങ്ങനൊരു റാക്കറ്റ് ബന്ധമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണയുമില്ല, നമുക്കൊരു അറിവില്ല. ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പോൾ 20ഓളം രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ മൃതസഞ്ജീവനി പോലെയുള്ള രീതിയിലൂടെ സർക്കാർ സംവിധാനത്തിൽ കൈമാറ്റം ചെയ്യാനാവുകയുള്ളൂ. എന്തായാലും ഇത്രയും രേഖകളൊന്നും ഇല്ലാതെയായിരിക്കും ആശുപത്രികളിൽ. ഇതൊന്നും സർക്കാർ അറിഞ്ഞിട്ടുള്ള സംഭവമല്ലല്ലോ. തീർച്ചയായും അങ്ങനെയല്ലാതെ വരില്ല. 20ഓളം രേഖകളല്ല, അതിനേക്കാൾ കൂടുതൽ രേഖകൾ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് നമ്മുടെ റിലേഷനിലുള്ളവർ ഒന്നും ഇതിന് യോജിക്കില്ല എന്നുള്ള ആ രേഖ ആവശ്യമാണ്. ബ്ലഡിൽ ക്രോസ് മാച്ചിൽ യോജിക്കില്ല എന്നുള്ളതിൻ്റെ രേഖ വേണം. അതുപോലെ തന്നെ നോട്ടറി അറ്റസ്റ്റേഷൻ ഉണ്ട്, തുടങ്ങിയിട്ടുള്ള നിരവധി രേഖകൾ. ഇപ്പം ഞാൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളാണ്, 5 വർഷമായി.
എൻ്റെ കയ്യിലുണ്ട് ഒരു ഫയല് 70ഓളം രേഖകളുള്ള ഒരു ഫയലാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത്തരം കടമ്പകൾ കടന്നിട്ടാണ് ഇത് സർജറിക്ക് പോണത്. പക്ഷേ ഈ പുറമേ നിന്ന് ദാതാക്കളെ സ്വീകരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ പരിസരത്ത് എറണാകുളത്ത് ഉള്ള 2-3 ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് പുറമേ നിന്നുള്ള ദാതാക്കളെ സ്വീകരിക്കുന്നത്. മറ്റ് കോഴിക്കോടും അതുപോലെ തന്നെ ഉള്ള മറ്റ് കൊല്ലം ആയാലും അതുപോലെയുള്ള ജില്ലകളിലെ ഹോസ്പിറ്റലുകളിലും ഒന്നും പുറമേ നിന്ന് ദാതാക്കളെ സ്വീകരിക്കുന്നില്ല. എറണാകുളം കേന്ദ്രീകരിച്ച് 3 ഹോസ്പിറ്റലുകളാണ് ഇപ്പോൾ പുറമേ നിന്ന് ദാതാക്കളെ സ്വീകരിക്കുന്ന ഹോസ്പിറ്റലുകളുള്ളത്. അവിടേക്കാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇത് മാറ്റിവെക്കാൻ വേണ്ടി പുറമേ നിന്ന് ദാതാക്കളെ സ്വീകരിച്ചുകൊണ്ട് പുറമേ നിന്ന് ഉള്ള ആളുകൾ വരുന്നത്. ഈ 3 ഹോസ്പിറ്റലുകളെ കേന്ദ്രീകരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തു പോകുന്നത്. അവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഞാനിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരെണ്ണം നടക്കുന്നതായി നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. നമ്മൾ ഡോക്ടറോടായിട്ടും സംസാരിക്കാറൊക്കെ ഉണ്ട് ഇതിനെ സംബന്ധിച്ച്. ഡോക്ടറായിട്ട് സംസാരിക്കുമ്പോഴും ഡോക്ടർ പറയാറുള്ളത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് വീട്ടിൽ ആരെയും കഴിയാതെ വന്നപ്പോൾ നമ്മൾക്ക് ഒരു സുഹൃത്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെന്ന് സംസാരിച്ചു. അതിന് മുമ്പേ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, നമുക്കിങ്ങനെ മാറ്റിവെക്കാൻ വീട്ടിലൊരു മാർഗ്ഗമില്ല. ഡോക്ടർക്ക് അറിയാം, വൈഫിനൊക്കെ കൊടുന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറ്റാതെ പോയതാണ്. അപ്പോൾ ഡോക്ടർ അതൊന്നും ഹോസ്പിറ്റൽ ഉത്തരവാദിത്തമല്ല, അതൊക്കെ നിങ്ങൾ പുറമെ പോയി ആളുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് ഈ പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു വ്യാപനം നടക്കുന്നത് 2006 നേരത്തെ ഷിജു പറഞ്ഞ പോലുള്ള ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായ ഈ ഏജൻറ്റുമാർക്ക് ഇതൊക്കെയായി ബന്ധപ്പെട്ടുണ്ടായ കേസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചില മാധ്യമങ്ങൾ ഈ വൃക്ക ആവശ്യമുണ്ട് എന്നുള്ള പരസ്യം കൊടുക്കാറില്ല. ഇപ്പോൾ കാലങ്ങളായിട്ട് ഒരു മാധ്യമങ്ങളിലും വൃക്ക ആവശ്യമുണ്ടെന്നുള്ള പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആകെ ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ളത് ദേശാഭിമാനി പത്രത്തിൽ മാത്രമാണ് ഇപ്പോൾ അങ്ങനൊരു പരസ്യം അവർ സ്വീകരിക്കുന്നത്. ഈ ഏജൻറ്റുമാരുടെ ഇത്തരത്തിലുള്ളൊരു വിലപേശലും അതുപോലെ തന്നെയുള്ള ഈ തട്ടിപ്പും ഒഴിവാക്കാൻ വേണമെങ്കിൽ ഈ സ്വീകർത്താക്കൾക്ക് തന്നെ പരസ്യം കൊടുത്ത് എനിക്കിപ്പോൾ ഒരു O പോസിറ്റീവ് കിഡ്നി വേണം എന്നുണ്ടെങ്കിൽ ഞാനൊരു O പോസിറ്റീവ് കിഡ്നി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു പരസ്യം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ സ്വമേധയാ ഇത് തരാൻ തയ്യാറായ ആളുകളൊക്കെ നമ്മളെ സമീപിക്കാം. ഇതിപ്പോൾ അതിനുള്ളൊരു അവസരം പോലും നമുക്കിപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഈ ഇത്തരത്തിലുള്ള ഏജൻറ്റുമാരുടെ തള്ളിക്കയറ്റത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രോഗി രോഗി വീട്ടിലാരും തരാൻ ഇല്ലാത്തവരാണെങ്കിൽ, കിഡ്നി ദാനം ചെയ്യാനില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ആശ്രയിക്കുന്നത് ഏജൻറ്റുമാരുണ്ടോയെന്നാണ് ചോദിച്ചിട്ടാണ് പിന്നെ അവർ നടക്കുന്നത്. അതിന് പകരം ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ടും ഇത്തരത്തിൽ പരസ്യങ്ങൾ കൊടുത്ത് സ്വമേധയാ ഇപ്പോൾ വക്കീൽ പറഞ്ഞ പോലെ പ്രേമനെ പോലെ അതുപോലെ നമ്മുടെ ചെർമലച്ചനെ പോലെയുള്ള നല്ല മനസ്സുള്ള ആളുകൾ ഇതിന് മുന്നോട്ട് വരും തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിലൊരു പരസ്യം കൊടുക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ മൃതസഞ്ജീവനി പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ട്. പക്ഷേ അതൊന്നും ഫലപ്രദമല്ല. നേരത്തെ വക്കീൽ സൂചിപ്പിച്ച പോലെ തന്നെ ഫലപ്രദമായ രീതിയിലല്ല. ഇപ്പോൾ ഒരു ആളിപ്പോൾ എനിക്കൊരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, ഞാൻ കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എൻ്റെ കിഡ്നിയോ കണ്ണോ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് എൻ്റെ ബോഡി വീട്ടുകാർക്ക് കിട്ടണമെങ്കിൽ 1 ദിവസം 2 ദിവസം കഴിയേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും അതങ്ങനെ കൊടുക്കാൻ തയ്യാറാവാത്തൊരവസ്ഥ, മൃതസഞ്ജീവനിലേക്ക് കൊടുക്കാൻ തയ്യാറാവാത്ത അവസ്ഥ പോലും പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഒരു നിയമനിർമ്മാണത്തിലൂടെ മാറ്റി ഈ രോഗികളെ ജീവിക്കണം എന്നൊരാഗ്രഹത്തോടു കൂടി, അതുപോലെ തന്നെ ഈ തട്ടിപ്പിനിരയാവാതെ ഭൂമിയും വീടും ഒക്കെ വിറ്റിട്ടാണ് ഒരു രോഗി ഇത് കിഡ്നി മാറ്റി വയ്ക്കാൻ പോണത്. ഞാൻ എൻ്റെ വീട് വിറ്റിട്ടാണ് ഞാൻ എൻ്റെ കിഡ്നി മാറ്റി വെച്ചത്. ഞാനിപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന ആളാണ്. അതേപോലെ തന്നെയാണ് 100 കണക്കിന് രോഗികളും ചെയ്യുന്നത്. വീടോ ഭൂമിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിറ്റിട്ട് കിട്ടുന്ന കാശും കൈപിടിച്ച് പോവുകയാണ് ആസ്പത്രിയിലേക്ക് ഇത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. അത്തരം ആളുകളെ ചൂഷണം ചെയ്യുന്ന ഇത്തരത്തിലുള്ള കൊള്ളക്കാർക്കെതിരെ, മാഫിയകൾക്കെതിരെ ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അവരെ തടഞ്ഞു നിർത്താൻ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ വഴി ഉള്ള സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കണം എന്നാണ്. നിലവിൽ സർക്കാർ സംവിധാനത്തിൽ കൂടി തന്നെയാണെങ്കിൽ പോലും ഇങ്ങനെ മാറ്റിവെക്കണമെങ്കിൽ എത്ര രൂപ ചെലവ് വരുന്നുണ്ട് സർജറിക്ക് മറ്റുമായി? പല ഹോസ്പിറ്റലുകളും പല റേറ്റാണ്. ഇപ്പോൾ പുറത്തുനിന്ന് സ്വീകരിക്കുന്ന ആണെങ്കിൽ 11ഉം 15ഉം വരെ ഇപ്പോൾ മേടിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. പുറമേ നിന്ന് ദാതാക്കളെ സ്വീകരിച്ച് സർജറി ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ, ചില ഹോസ്പിറ്റലിൽ 11ഉം ചിലത് 15ഉം. അത് കുടുംബങ്ങളിൽ നിന്നാണെങ്കിൽ
കുടുംബങ്ങളിൽ നിന്നാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സംഘടന വഴി പോർഫ എന്ന് പറയുന്ന ഞങ്ങളുടെ പോർഫ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി നമ്മൾ കേരളത്തിലെ 30ഓളം ഹോസ്പിറ്റലുകളുമായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ വ്യത്യാസം മനസ്സിലാവുന്നില്ല. പുറമേ നിന്നാണെങ്കിൽ തുക കൂടുന്നു, കുടുംബങ്ങളിൽ പുറമേ നിന്ന് അനുമതിയുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ എറണാകുളത്തെ 2-3 ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ അനുമതിയുള്ളത്. അപ്പോൾ അവർക്ക് തോന്നിയ പോലെ പൈസ കൂട്ടി മേടിക്കുന്നു പുറമേ നിന്നുള്ളതിന്. സാധാരണ നമ്മുടെ വീടുകളിൽ നിന്നുള്ള ഡോണറാണ് ഇപ്പോൾ 270 വരെ സർജറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2,70,000 എവിടെയാണ് ഉള്ളത്? അത് ഞങ്ങളുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള, ഞങ്ങളുടെ പോർഫ ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് ടൈപ്പ് ആയിട്ടുള്ള കോഴിക്കോട് നിന്നുള്ള ഇക്ര ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ KMCT മെഡിക്കൽ കോളേജിന്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് മുക്കത്ത് കോഴിക്കോട്, അതുപോലെ PVC, അതുപോലെ ആസ്റ്റർ മിംസ്, അവർ 4.5 ലക്ഷം രൂപ ആണ് പറയണത്. ആസ്റ്റർ മിംസിൻ്റെ എല്ലാ ഹോസ്പിറ്റലുകളിലും നമുക്ക് അതിൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അങ്ങനെ അതേ സർജറി തന്നെയാണ് പുറത്തുനിന്നുള്ള സ്വീകരിക്കുന്ന ആൾക്കും ചെയ്യുന്നത്. പക്ഷേ മേടിക്കുന്നത് 15 ലക്ഷം 15 ലക്ഷം. ിലേക്ക് വരികയാണെങ്കിൽ ഒരു രോഗം ബാധിച്ചു കഴിയുകയാണെങ്കിൽ ആ രോഗിയും ആ കുടുംബവും മൊത്തം തകർന്നൊരു സ്ഥിതിവിശേഷമായിരിക്കും. എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സംഘടനയോട് പോലും പരിചയം ഉണ്ടാവില്ല, ഇതുപോലെ ചെയ്തിട്ടുള്ള ഒരാൾ പരിചയം ഉണ്ടാവില്ല. അവർ വലിയ ഒരു മരണവീട് പോലെ ആയിരിക്കും ആദ്യകാലത്തിൽ ഇത് അറിയുമ്പോഴൊക്കെ ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പലരും നേരത്തെ പറയുകയാണെങ്കിൽ 12-13 ലക്ഷം രൂപ ഈ മൃതസഞ്ജീവനിയിലൂടെ രജിസ്റ്റർ ചെയ്ത് പോകുന്നവരിൽ നിന്ന് വരെ മേടിക്കുന്നവരുണ്ട്. അതേസമയം തന്നെ സംഘടനയുമായി സംസാരിച്ച് 2.5 ലക്ഷം രൂപയ്ക്കും ചെയ്ത് നൽകുന്നുണ്ട്. സർക്കാർ ഇതിന് കൃത്യമായ ഒരു നല്ല ഒരു അവബോധം ജനങ്ങൾക്ക് നൽകേണ്ടതല്ലേ? കൃത്യമായ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രചരണം അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ പെരുകുന്നതും. ഇത് കുറച്ച് കാലമായിട്ട് ഞാൻ ഈ കൺസ്യൂമർ രംഗത്തും പ്രവർത്തിക്കുന്ന കാരണം കൊണ്ട് ഈ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ ഇതിനോട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അടിയന്തരമായിട്ട് ഭരണകൂടം ചെയ്യേണ്ട ഒരു കാര്യം ഈ ചികിത്സയ്ക്കുള്ള കൃത്യമായ ഫീസ് ചെയ്യുകയാണുള്ളതാണ്. ഇപ്പോൾ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള മാനദണ്ഡങ്ങളുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിശ്ചയിക്കുന്ന ചാർജാണ് അവർ ഈടാക്കി വരുന്നത്. വളരെ അമ്പരപ്പിക്കുന്നൊരു കാര്യം, പലപ്പോഴും ഈ കടാവ ട്രാൻസ്പ്ലാന്റേഷനിൽ കൂടെ ലഭിക്കുന്ന അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന അവയവങ്ങൾ പോകുന്നത് സ്വകാര്യ ആശുപത്രിയിലേക്കാണ്. അപ്പോൾ യഥാർത്ഥ ഒരാളുടെ മരണം ഇതിനൊരു പരിഗണന ലിസ്റ്റ് ഒന്നുമില്ല. പരിഗണന ലിസ്റ്റ് ഉണ്ട്, പക്ഷെ പരിഗണന ലിസ്റ്റ് ഉണ്ടാകുമ്പോഴും അത് പോകുന്നത് സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്വകാര്യ ആശുപത്രിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ബിസിനസ്സായി മാറണം. ഇപ്പോൾ ഒരാൾ മരണശേഷം നൽകുന്ന ദാനത്തിന് അപ്പുറത്ത് ബിസിനസ് ആവുകയാണ്. അപ്പോൾ സർക്കാർ അല്ലെങ്കിൽ അതിന് ചാർജ് ചെയ്യിക്കണം. സർക്കാർ പറയണത് നിങ്ങൾ ഇങ്ങനെ വരുന്ന സർജറികൾ ഇത്ര രൂപയ്ക്ക് നിങ്ങൾ നടത്തി കൊടുക്കണം. ഇങ്ങനെയുള്ള ചില മാനദണ്ഡങ്ങളൊക്കെ ഇതിൽ പാലിക്കപ്പെടേണ്ടതുണ്ട്. പിന്നെ കിഡ്നി മാറ്റിവെക്കാനായിട്ട് അല്ലെങ്കിൽ ലിവർ മാറ്റിവെക്കാനായിട്ടുള്ള ഒരു ചാർജ് നമ്മൾ നിശ്ചയിക്കണം. അതിൻ്റെ കാരണം കോവിഡ് ഉണ്ടായ കാലഘട്ടത്തിൽ ചികിത്സയ്ക്ക് റേറ്റ് നിശ്ചയിച്ചിരുന്നു വലിയ രീതിയിലുള്ള റേറ്റ്, 5 ലക്ഷം 6 ലക്ഷം ഒക്കെ. അതായത് ഒരു ദിവസം തന്നെ 1 ലക്ഷം പേര് ബില്ലുകളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം സർക്കാർ പറഞ്ഞു ഇത് പറ്റില്ല, ഇത് ഇത്ര രൂപയ്ക്ക് നിങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ അവരത് നിർത്തി. അപ്പോൾ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ചികിത്സ അല്ല അവിടെ കൊടുക്കുന്നത്. തീർച്ചയായും ആ ചെലവ് വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ വരാത്ത ചെലവിനനുസരിച്ചുള്ള ബില്ലുകൾ ആളുകളുടെ നിന്ന് ഈടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇപ്പോൾ ഇൻഷുറൻസ് മേഖല വന്ന ശേഷം അതും വലിയ വിഷയം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അവസാനം അവർക്ക് ഇൻഷുറൻസും കിട്ടില്ല, ഈ കൂടുതൽ തുക കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. അതെ, ഈ കോവിഡിന് ഇൻഷുറൻസ് നൽകില്ല എന്ന് പറഞ്ഞല്ലോ, അത് വേറെയുണ്ട്, ഇൻഷുറൻസ് കിട്ടാത്ത സംഭവമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിനൊക്കെ ഒരു ഏകദാനത. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇക്ര ഹോസ്പിറ്റലിൽ 2.5 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്ന അതേ സർജറിയാണ് മറ്റു പല ഹോസ്പിറ്റലും 10-12 ലക്ഷം രൂപ ഈടാക്കിയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മാനദണ്ഡമില്ല. അപ്പോൾ സാധാരണക്കാരനെ ബുദ്ധിമുട്ട്, ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു വൃക്കരോഗിയോ ലിവർ രോഗിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കും, നാട്ടുകാർ കൂടി ഒരു കമ്മിറ്റി രൂപീകരിക്കും. ആ സമയത്തുള്ള ഒരു ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന പൈസ കളക്ട് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും നടക്കണമെന്നില്ല, പല സ്ഥലങ്ങളും നടക്കും. ആ ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ആ ഫണ്ട് മുഴുവൻ എടുത്തുകൊണ്ട് നമ്മൾ ഈ 12-13 ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മളൊരു സർജറി നടത്തേണ്ട അവസ്ഥയാണ് വരുന്നത്. ഈ 12-13 എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ചിലപ്പോൾ 40 വരെയൊക്കെ മേടിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം കാരണം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ. ഈ 12-13 സർജറിക്ക് മാത്രമാണ് കേട്ടോ. വൃക്ക വേറെ രീതിയിലാണ് അദ്ദേഹത്തിന് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് വേറെ രീതിയിൽ അദ്ദേഹം കണ്ടുവരും. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ വലിയൊരു ഭീമമായിട്ടുള്ള സംഖ്യ അവിടെ വരുന്നു. അതോടൊപ്പം തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഈ സർജറിയുടെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഹോസ്പിറ്റലിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയില്ല, കോംപ്ലിക്കേഷൻ വന്നു എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ വന്നു, വേറെ മാർഗ്ഗങ്ങളൊന്നും നമുക്കില്ല. സർജറിയിൽ എന്തെങ്കിലും പിഴവ് വന്നോ അതും നമുക്ക് പരിശോധിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഒരു ഹോസ്പിറ്റലിനെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ ഒരു ധാർമ്മികത ഇത്തരം കാര്യങ്ങൾ ഒരു പ്രവർത്തനത്തിൻ്റെ ആവശ്യമില്ല, ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ആവശ്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു സിനിമ തന്നെ ഇറങ്ങിയിരുന്നു, ജോസഫ് കണ്ടുകാണെന്ന് തോന്നുന്നു. ആദ്യം ഇതൊക്കെ ഇറങ്ങിയപ്പോൾ ആർക്കും ഒരു വിശ്വസിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം പോലെയാണ് തോന്നിയത്. പക്ഷേ സമീപ നാളുകളിലെ പല വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട് എന്നുള്ളതാണ്. സാധ്യതകളുണ്ട്. എന്താ കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഇതിനെ ഇപ്പം നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോഴും
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ അവയവം മസ്തിഷ്കമരണം ലഭിക്കുന്ന അവയവം പോലും പോകുന്നത് നിവൃത്തിയില്ല, ഭരണകൂടത്തിന് നിവൃത്തിയില്ല. കാരണം വെച്ചാൽ ഭരണകൂടത്തെ സംബന്ധിച്ച് അതിന് വേണ്ട അവൈലബിൾ ആയിട്ടുള്ള അത് ഞാൻ എൻ്റെ ചോദ്യം അതിലേക്കാണ് വരുന്നത്. നിവൃത്തിയില്ല എന്ന് കൈമലർത്തുമ്പോഴും ആ നിവൃത്തിയിലേക്ക് എത്തിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഭരണകൂടത്തിൻ്റെ ഭാഗമാണ്. ഭരണകൂടം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ആശുപത്രികൾ ആരംഭിക്കണം. അത് തന്നെയല്ല അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ബുദ്ധിമുട്ടാൻ പോകുന്ന ചികിത്സാ ചെലവിലാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ബില്ലിൻ്റെ ഒരു പഴയൊരു പാറ്റേൺ മാറി. നമ്മൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ജീവനായതുകൊണ്ട് ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എത്ര എക്സ്പെൻസ് വരെ മീറ്റ് ചെയ്യാൻ ആ കുടുംബം തയ്യാറാണ്. ആ ഒരു മാരകമായിട്ടുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പിടിച്ചെടുക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ മാസം 10,000 രൂപ മെഡിസിൻ കഴിക്കുന്നു, 17 വർഷത്തിനപ്പുറം. അപ്പോൾ ഒരു മെഡിസിൻ കോസ്റ്റ് തന്നെ ഇപ്പോൾ എത്ര വരുന്നുണ്ട്? അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം കഴിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് സർവൈവ് ചെയ്ത് പോകാൻ കഴിയണ്ടേ ആളുകളെ സംബന്ധിച്ച്, സാധാരണക്കാരനെ സംബന്ധിച്ച് സർവൈവ് ചെയ്ത് പോകാൻ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് അനിവാര്യമായുള്ള സംഗതിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ അവയവം, എന്നെ സംബന്ധിച്ച് എനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ അവയവം കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഒരു 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 നിയമനിർമ്മാണം നടത്തേണ്ട കാര്യം, ഒരു പക്ഷേ അതിന് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരും. അതുമാതിരി മനുഷ്യാവകാശ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഭരണകൂടത്തെ ആളുകളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഭരണകൂടത്തിനല്ലേ. അപ്പോൾ അങ്ങനെ ഒരാൾ അവയവം കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ധാർമ്മികത, ഇതൊക്കെ പലപ്പോഴും പരിശോധിക്കപ്പെട്ട സംഗതിയാണ്. പലപ്പോഴും നമ്മുടെ ധാർമ്മികതകൾക്ക് പല വിഷയങ്ങളുണ്ട്. ധാർമ്മികതയിൽ നമ്മുടെ പല അടിസ്ഥാന ചിന്തകൾക്ക് അനുസൃതമായിട്ടൊന്നുമല്ല, ചില ഈ എന്താ പറയുക, ഒരു സ്യൂഡോ ധാർമ്മികതയൊക്കെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഉയർന്നു വരുന്നതാണ്. ഈ സാന്ത്വനം ജീവകാരുണ്യ സമിതിയുടെ അന്വേഷണത്തിൽ ഒരു മുല്ലശ്ശേരിയിൽ ഒരു കുറച്ച് മേഖലയിൽ നിന്ന് മാത്രം 30ഓളം പേർ അവയവ മാഫിയയുടെ കെണിയിൽ പെട്ടതായി കണ്ടെത്തുകയുണ്ടായി. നിങ്ങൾക്ക് തുടർ നടപടികളിൽ, തുടർ അന്വേഷണത്തിൽ വിശ്വാസ്യതയുണ്ടോ? ഞാൻ ചോദിച്ചു വരുന്നത്, മുല്ലശ്ശേരിയിൽ ഒരു ചെറിയ മേഖലയിൽ നിന്ന് മാത്രമാണെങ്കിൽ ഈ മാഫിയ മറ്റ് മേഖലകളിൽ കൂടി കൈകടത്തി പുറത്തറിയാതെ എത്രയോ കേസുകൾ നടത്തിയിട്ടുണ്ടായിരിക്കാം. ഉണ്ട്. ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വെങ്കിടങ്ങ്, അതുപോലെ തന്നെ പാവറട്ടി, തീരദേശ മേഖലകളിൽ അതിൽ പിന്നോക്കാവശ്യം നിൽക്കുന്ന ആ ഒരു മേഖലയാണ് തിരഞ്ഞു പിടിക്കുന്നത് അവർ. ചില വാർഡുകളിൽ ഇപ്പോൾ പിന്നൊക്കെ നിൽക്കുന്ന മേഖലയ്ക്ക് അവിടെയാണ് കടന്നു കയറുക. അവിടെ ഈ മൈക്രോ ഫിനാൻസ് പോലുള്ള ഗ്രൂപ്പുകൾ അവിടെ എന്തായാലും പിടിമുറുക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള മേഖലയിൽ കടന്നു ചെന്നുകൊണ്ടാണ് ഇവരൊരു ഏജൻറ്റുമാർ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പരിസമാപ്തി എന്ന് പറയുമ്പോൾ, ഞാൻ ഈ അടുത്തിടയിൽ ഇപ്പോൾ ന്യൂസിൽ വന്നതാണ്, ഇതെല്ലാം നമ്മൾ പൈസയ്ക്ക് തന്നെയാണ് ഇത് നടന്നിട്ടുള്ളത്, നമുക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇത് വിൽക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ വീട്ടിലെ കടബാധ്യത അവസാനിപ്പിക്കാനാണ്. പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ മറ്റേ മൈക്രോ ഫിനാൻസിൻ്റെ ആളുകൾ പൈസ അടയ്ക്കാൻ കിട്ടാതെ വരെ മുന്നിൽ നിൽക്കുകയാണ് പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെയ്തിട്ട് പോലും അവരെ ആ സാമ്പത്തിക അവസ്ഥ നേർവഴിക്കാവുന്നില്ല. അപ്പോൾ ഇതിൽ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെയാണ് ഇത് പിടിച്ചെടുത്താൻ കഴിയുള്ളൂ. കാരണം അല്ലെങ്കിൽ എല്ലാവരും അത്തരത്തിലേക്കൊരു ചിന്തയിലേക്ക് വരികയാണ്. ഞാൻ കുറച്ച് കടബാധ്യതയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് മറ്റു മാർഗങ്ങളില്ലെങ്കിൽ നേരെ എൻ്റെ അവയവങ്ങൾ കച്ചവടത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മാറ്റം വരുത്തണമെങ്കിൽ നിയമനിർമ്മാണം. ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള വട്ടിപ്പലിശക്കാരെ പേടിച്ച് കഴിയുന്ന ഒരു കാലാവസ്ഥ, ഒരു സാഹചര്യങ്ങൾ നമ്മൾ തീരമേഖലയിൽ നമുക്ക് നേരത്തെ കേട്ടിരുന്നു. അതിന്റെ വേറെ രൂപമാണ്. യെസ് ബാങ്ക് ഒക്കെ പറയുന്നത് തമിഴ്നാട് ബേസ്ഡാണ്. പണ്ട് അവർ ഒറ്റയ്ക്കാണ് വന്നിരുന്നെങ്കിൽ ഇതിപ്പോൾ അതേ ബേസ്ഡ് യെസ് ബാങ്ക് തമിഴ്നാട് ബേസ്ഡാണ്. അവരിപ്പോൾ രൂപം മാറ്റിയതിന്റെ. പണ്ട് ഒറ്റയാളെ പോരാട്ടമായിരുന്നു, ഒരു ബാങ്ക് രൂപത്തിൽ വന്നുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. വനിതകളുടെ കൂട്ടായ്മയ്ക്കാണ്. വനിതകൾക്ക് മാത്രമാണ് കൂടുതൽ, മറ്റേ പുരുഷന്മാർക്ക് കൊടുക്കുന്നില്ല. കാരണം 10 പേരടങ്ങുന്ന മിനിമം ആ ഗ്രൂപ്പിനാണ് ഇവർ പൈസ ആദ്യം കൈമാറുന്നത്. ആദ്യം ചിലപ്പോൾ 5 ലക്ഷം രൂപ കൊടുക്കും. അത് അവർ വിധിച്ചെടുത്തിട്ട് അത് കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി കൊടുക്കും. അതിൽ ഒരാൾ അടച്ചില്ലെങ്കിൽ തന്നെ ഈ 10 പേര് ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് തിരിച്ച് കിട്ടുന്നവർക്ക്. പക്ഷെ അതിന് ഇൻട്രസ്റ്റ് റേറ്റൊക്കെ ഭയങ്കര കൂടുതലാണ്. ഇവർ പറയുന്ന ആ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. അവരുടെ ആ ഒരു ഫിനാൻസിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും. പക്ഷേ അതിനെ ഇരട്ടിയല്ല 100 ഇരട്ടി പലിശയ്ക്കാണ് അവർ കൊടുക്കുന്നത്. നമ്മൾ ഈ കോവിഡ് കാലത്തൊക്കെ അവർ വീടുകളിൽ വന്നിട്ട് ഗുണ്ടായിസം പോലെയാണ് അവർ. വീടുകളിൽ വന്ന് വീട്ടിൽ നിന്ന് പോവില്ല. ഞങ്ങൾ കോവിഡ് കാലത്ത് അവിടെ നിന്ന് കടപ്പെട്ടുകൊണ്ട് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ കോവിഡിൻ്റെ ഒരു മഹാമാരിയുടെ ഇതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മേഖല കൂടുതൽ അത് പിന്നോക്കം പോകാൻ കാരണം. അന്ന് അടയ്ക്കാനുള്ള പൈസകളുടെ ഒക്കെ ഒരു ബാധ്യത കൊണ്ടാണ് ഇപ്പോൾ ഈ തരത്തിലേക്ക് അവർ എത്തിച്ചേർന്നത്, ഈ കുടുംബങ്ങളെല്ലാം. നമുക്കതിൽ മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ഒടുവിൽ സുരേഷിലേക്ക് വരുമ്പോൾ, ഇങ്ങനെയുള്ള അവയവ മാഫിയ ഒരു ഭാഗത്ത് പിടിമുറുക്കുമ്പോഴും അവയവങ്ങൾക്കായി, അല്ലെങ്കിൽ ഇപ്പോൾ 1000 പേർ തന്നെയുണ്ട് നമ്മുടെ സംഘടനയിൽ തന്നെ എന്ന് പറയുന്നു, അവരുടെ സുഗമമായ ഇനിയുള്ള മുന്നോട്ട് പോകലിനെ അവർക്ക് വേണ്ട കൃത്യമായ രീതിയിലുള്ള ചികിത്സ ലഭ്യമാകുന്നതിനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് നിങ്ങൾ വെച്ചിട്ടുണ്ട്? നിങ്ങളുടെ സംഘടനയുടെ ഒരു കാഴ്ചപ്പാടെന്ന് ചുരുക്കി പറയാം. സർക്കാരിൻ്റെ മുന്നിൽ പലതവണയായിട്ട് നമ്മൾ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവസാനം നമ്മൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ വെച്ചിട്ട് വീണ്ടും പരാതി കൊടുത്തു. അപ്പോൾ അതിനൊരു മറുപടി നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുത്ത പരാതി സർക്കാർ ആശുപത്രികളിൽ ട്രാൻസ്പ്ലാന്റ് നടത്താനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതായത് ഒരു ജില്ലയിൽ, ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ
നമ്മൾ അതിന് വേണ്ട ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ എനിക്ക് വന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് പരിശോധിച്ച് വരുന്നുണ്ട് അതിൻ്റെ സാധ്യതകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ സ്വകാര്യ ആശുപത്രികളുടെ ഇത്രയും വലിയ ഭീമമായ തുക മേടിക്കുകയും അതുപോലെ ഉള്ള സംഭവങ്ങളുടെ ഈ പശ്ചാത്തലത്തിൽ, അതുപോലെ ഈ വാർത്ത വന്ന പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഗവൺമെൻറ്റിന് സാധ്യമായ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇതിനാവശ്യമായ സർജറി നടത്താനാവശ്യമായിട്ടുള്ള സൗകര്യം ഏറ്റവും കുറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ സൗജന്യമായോ സർജറി ചെയ്തു കൊടുക്കാൻ കഴിയുന്നൊരു സൗകര്യം ഉണ്ടായാൽ പോലും പോയവരെ ഈ രോഗികൾക്ക് അതൊരു വലിയ ആശ്വാസമായി മാറും. ഇപ്പോൾ കോഴിക്കോടും അതുപോലെ തന്നെ കോട്ടയം, തിരുവനന്തപുരം തുടങ്ങിയുള്ള സ്ഥലത്താണ് സർക്കാർ ആശുപത്രിയിൽ ഇതിലുള്ളത്. മാത്രമല്ല സർക്കാർ ആശുപത്രിയിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് ഉള്ളത് മാത്രമാണ് അവയവം മാത്രമാണ് സ്വീകരിക്കുന്നുള്ളൂ. പുറമേ നിന്ന് ഇതുപോലെ നമ്മൾ ദാതാക്കളായി വരുന്നവരിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം സർക്കാർ മേഖലയിലില്ല. ഒരു മെഡിക്കൽ കോളേജിലും ഇല്ല, ഒരു സർക്കാർ ആശുപത്രികളിലും ഇല്ല. സർക്കാർ അടിയന്തരമായി ഇങ്ങനെ സർക്കാർ ആശുപത്രികളിലും പുറമേ നിന്ന് നമുക്ക് ദാനമായി തരുന്ന, ഈ കച്ചവടം അല്ലാതെ ദാനമായി കിട്ടുന്ന അവയവങ്ങൾ വെച്ച്, ലിവറായാലും അതുപോലെ തന്നെ കിഡ്നി ആയാലും അത് സർജറി ചെയ്ത് ഒരു മനുഷ്യനെ ഭേദപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന സംവിധാനം സർക്കാർ തലത്തിൽ എല്ലാ മെഡിക്കൽ കോളേജിലും ആരംഭിക്കണം. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിനേക്കാൾ നല്ല രീതിയിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന താലൂക്ക് ആശുപത്രികൾ ആയാലും അത്തരം സംവിധാനങ്ങൾ ഒരുക്കണം. അതുപോലെ തന്നെ ഈ രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഞങ്ങൾ വെറും 100 പേരായിട്ട് തുടങ്ങിയ സംഘടനയാണ്. ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ 1000 പേരായി സംഘടനയ്ക്കകത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ആധിക്യം, രോഗികളുടെ ആധിക്യം ആ വിഷയത്തിൽ ഞാനൊന്ന് ഇടപെടുകയാണ്. കാരണം 100 പേരായി തുടങ്ങിയ സംഘടന ഇപ്പോൾ പെട്ടെന്ന് 1000-ലേക്ക് എത്തിയിരിക്കുന്നു. വല്ല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്താണ് ഇതിൽ ഇങ്ങനെ പെട്ടെന്ന് വരാൻ? പല പഠനങ്ങളും നേരത്തെ പറയുന്നുണ്ട്. താങ്കളുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും ഇത് ഒരു ജീവിതശൈലി രോഗം പോലെ ആണ് നമുക്ക് ഇത് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിനമുള്ള ജീവിതത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന ആണ് ഭൂരിപക്ഷവും വരുന്നത്. അല്ലാതെ തന്നെ നമ്മൾ ജന്മന ഉണ്ടാകുന്ന അസുഖങ്ങൾ വഴി വരുന്നുണ്ട്. ഷുഗർ, പ്രഷർ, അതുപോലെ സ്റ്റോണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വഴി ഇത് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വളരെ കൂടി വരുന്നത് പുതിയ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളും അതുപോലെ തന്നെ ഉള്ള ഇതിൻ്റെ വ്യായാമക്കുറവ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇത് വരുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവരുടെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഇത് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. മറ്റേതൊരു ഇപ്പോൾ വക്കീലൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അപൂർവ ഒരു വാർത്തയാവും നമുക്കതൊക്കെ. 17 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡ്നി രോഗം എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഡയാലിസിസ് കേന്ദ്രങ്ങൾ പോലും അന്ന് അത്ര കാര്യക്ഷമമായിട്ടുണ്ടാവില്ലല്ലോ വക്കീല. അത്രയും ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത്തരം ഇതിലൂടെ വ്യാപകമായ രീതിയിൽ ഈ രോഗം പടർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇത്തവണ ചതുരംഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. പ്രത്യേകിച്ച് മുല്ലശ്ശേരിയിലെ ഒരു ചെറിയ മേഖല കേന്ദ്രീകരിച്ച് പോലും മാഫിയ തട്ടിപ്പ് നടന്നോ എന്ന വാർത്ത വന്ന സാഹചര്യത്തിലാണ് നമ്മളിതിലേക്ക് അന്വേഷണവുമായി ചെല്ലുന്നത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചർച്ച ചെയ്യാനുണ്ടായത് ഈ മുല്ലശ്ശേരിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ സാന്ത്വനം ജീവകാരുണ്യ സമിതിയിലെ അംഗമായ ഷിജു, ഒപ്പം തന്നെ വൃക്ക രോഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയിലെ 1000-ഓളം പേരുണ്ട് ആ സംഘടനയിൽ. ആ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി സുരേഷ്, ഒപ്പം 17 വർഷം മുമ്പ് വൃക്ക സ്വീകരിച്ച, ഒപ്പം തന്നെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെ ഭാരവാഹി കൂടി അതുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് AD ബെന്നി, 3 പേരോടും ഹൃദയം നിറഞ്ഞ നന്ദി. TCVയിലെ പ്രേക്ഷകരുമായി ചർച്ചയിൽ പ്രേക്ഷകർക്ക് കാണാനായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.